രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തറപറ്റിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നി തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഈ സാഹചര്യത്തിൽ നടിയും രാഹുലിനെതിരെ ആദ്യ സൂചന നൽകിയ റിനി ആൻ ജോർജ് ഇപ്പോഴൊരു പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ലഭിക്കുന്നത്. ഏതാനും ദിവസങ്ങൾ മാത്രം നിയമസഭ ചേരാനിരിക്കുന്നു. തിങ്കളാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ചർച്ചകളിലൂടെ പറഞ്ഞിട്ടുള്ളതായിരുന്നു. കോൺഗ്രസിനുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായം രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്പീക്കറെ കണ്ടിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശനും. എന്താകും എന്നുള്ളത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറിയാൻ സാധിക്കും. ഇതിനിടയിലാണ് നടി റിനി ആൻ ജോർജ് സൈബർ ആക്രമണ പരാതിയുമായി ഇപ്പോൾ പോലീസിനെയും മുഖ്യമന്ത്രിയെയും സമീപിച്ചിരിക്കുന്നത്. സൈബർ പോലീസിനും ജില്ലാ പോലീസ് മേധാവിക്കും അതുപോലെ മുഖ്യമന്ത്രിക്കുമാണ് നടി റിനി ആൻ ജോർജ് പരാതി കൊടുത്തിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങൾ വഴി അപകീർത്തികരമായ പ്രചാരണം നടത്തുന്നുവെന്നാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. അതിൽ വിവിധ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ, ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ എന്നിവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമായി പറയേണ്ടത് തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്ന രാഹുൽ ഈശ്വറിനെതിരെയും അതുപോലെ തന്നെ മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയക്കെതിരെയും പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുകൂടാതെ മറ്റു പല ചാനലുകൾക്കെതിരെയും ഫേസ്ബുക്ക് അക്കൗണ്ടുകൾക്ക് നേരെയും പരാതി നൽകിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുവ നേതാവിൽ നിന്നും തനിക്ക് വളരെ മോശം അനുഭവമുണ്ടായി എന്ന വെളിപ്പെടുത്തൽ നടത്തിയതിന് പുറകെ നടിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഉണ്ടായത്. യുവ നേതാവിനെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ നിയമവഴിയെ പോകുന്നില്ലെന്ന് നേരത്തെ റിനി തന്നെ പറഞ്ഞിരുന്നു. ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തപ്പോൾ നിയമപരമായ നടപടിയിലൂടെ മുന്നോട്ട് നീങ്ങാൻ തനിക്ക് താല്പര്യമില്ല, നേതൃത്വം അത് പരിഹരിക്കട്ടെ എന്ന് തന്നെയായിരുന്നു നേരത്തെ അഭിമുഖത്തിലൂടെയും റിനി ആൻ ജോർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ വെറും ആരോപണം മാത്രമായി നിർത്തി രാഹുൽ മാങ്കൂട്ടത്തിലെ കുറ്റക്കാരനാക്കാൻ റിനി ആൻ ജോർജ് ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള കമന്റുകൾ, റിനിക്കെതിരായിട്ടുള്ള അധിക്ഷേപ പരാമർശങ്ങളൊക്കെ തന്നെ സൈബറിടത്ത് നിറഞ്ഞു കണ്ടിരുന്നു. സാധാരണക്കാരായ സ്ത്രീകൾ ഏത് രംഗത്തേക്ക് വരുമ്പോഴും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഉയർത്തുക എന്നുള്ളതാണ് തന്റെ ലക്ഷ്യമെന്നാണ് റിനി പറഞ്ഞത്. നിയമവഴികളില്ല എന്നതിനർത്ഥം എല്ലാം പൂട്ടിക്കെട്ടി എന്നല്ല, എന്നും പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്നുള്ളത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒരിക്കലും മാഞ്ഞു പോകുന്നതല്ല, അതൊക്കെ തന്നെ സത്യസന്ധമാണെന്നും റിനി പറയുന്നു. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘമായിരുന്നു രാഹുലിനെതിരായിട്ടുള്ള ഈ ആരോപണങ്ങൾ പ്രധാനമായും അന്വേഷിക്കുന്നത്. അതിൽ ബംഗളൂരുവിലെ ആശുപത്രി വാർഡിൽ വരെ എത്തിയ പോലീസിന് പിന്നീട് തിരികെ പോരേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പരാതിക്കാരിയായിട്ടുള്ള, അതായത് ഈ ഗർഭചിത്രം നടത്തിയെന്ന് പറയപ്പെടുന്ന യുവതിയെ നേരിട്ട് കണ്ട് ക്രൈംബ്രാഞ്ച് സംസാരിച്ചു. അതിനുശേഷം യുവതി പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചു. അതോടെ ഒരു അടഞ്ഞ അധ്യായമായി ഈ ഗർഭചിത്ര കേസ് മാറിയിരിക്കുകയാണ്. DYSP ഷാജിക്കാണ് ഈ അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക അന്വേഷണ ചുമതല. അന്വേഷണത്തിനായി സൈബർ സംഘത്തെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള സന്ദേശങ്ങളുടെയും കോളുകളുടെയും ആധികാരികത സംബന്ധിച്ചുള്ള വിവരങ്ങൾ തിരിച്ചറിയാനാണ് അന്വേഷണ സംഘത്തിൽ സൈബർ വിദഗ്ധരെ കൂടി ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് ശല്യം ചെയ്തു, ഗർഭഛിദ്രത്തിനായി നിർബന്ധിച്ച് സന്ദേശം അയച്ചു, ഫോണിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് ക്രൈംബ്രാഞ്ചിന്റെ FIRൽ പറയുന്നത്. 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള പ്രതികൾ എന്ന രീതിയിലാണ്, ഇരകൾ എന്ന രീതിയിലാണ് അതിൽ കുറിച്ചിരിക്കുന്നത്. വ്യക്തമായ പേരോ വിവരങ്ങളോ ഒന്നും തന്നെ പരാതി കിട്ടാത്തത് കൊണ്ട് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടില്ല. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. നിലവിൽ 10ഓളം പരാതികൾ രാഹുലുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു. ഏകദേശം 5ഓളം പരാതി രാഹുലിനെതിരെയും 5 പരാതി രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെയുമാണ്. അതായത് റിനി ആൻ ജോർജിനെതിരെ അടക്കം കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും അവർ പറഞ്ഞിരിക്കുന്നത് ശരിയല്ലെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ പരാതികൾ ലഭിച്ചിരിക്കുന്നത്. പോലീസ് സ്വമേധയാ കേസെടുത്ത് പിന്നീടാണ് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഇതുവരെ ആരോപണം ഉന്നയിച്ച ഒരു സ്ത്രീകളും ഒരു യുവതിയും നേരിട്ട് വന്ന് പരാതി സമർപ്പിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വെള്ളത്തിൽ വരച്ച വര പോലെ ഈ കേസ് മാറുമെന്നുള്ള ഒരു അനുമാനത്തിലേക്ക് എത്തുന്നത്. അതിനിടെ മണ്ഡലത്തിൽ കാലുകുത്താനായി വിടില്ല എന്ന് രാഹുലിനെതിരെ ശക്തമായി മുറവിളി കൂട്ടിയാൽ DYFI ആയിരുന്നാലും BJP ആയിരുന്നാലും അതിന് രാഹുലിന് വേണ്ട വിധത്തിലുള്ള കവചം തീർക്കുമെന്നാണ് കോൺഗ്രസ് കൗൺസിലർ കൂടിയായിട്ടുള്ള മൻസൂർ മണലാഞ്ചേരി പറഞ്ഞിരിക്കുന്നത്. ഒറ്റയ്ക്കിട്ട് ആക്രമിക്കുന്നത് പാർട്ടിയെ വളർത്തില്ല, പാർട്ടിയെ തളർത്തും. നേതാക്കൾ ഓർത്താൽ അത് നല്ലതെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. നേതാക്കന്മാർ കൈമലർത്തിയാലും രാഹുൽ പാലക്കാട് കാലുകുത്തിയാൽ അനുഭാവികൾ പ്രതിരോധ കവചം തീർക്കുമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. പാലക്കാട് മണ്ഡലത്തിൽ രാഹുലിനെ കാലുകുത്താൻ അനുവദിക്കില്ല എന്നൊരു നില വന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിന് സുരക്ഷയൊരുക്കുമെന്നും മൻസൂർ പറഞ്ഞു. പിന്നീട് മാധ്യമപ്രവർത്തകരോട് ഇക്കാര്യം ആവർത്തിച്ചു. നേതാക്കന്മാർ തള്ളിപ്പറഞ്ഞിട്ടില്ല, നേതാക്കന്മാരെയും തള്ളിപ്പറയുന്നില്ല. രാഹുലിനെ ഒറ്റപ്പെടുത്തിയുള്ള കടന്നാക്രമണം ഒരിക്കലും പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ താൻ പറഞ്ഞത്.
ഞങ്ങൾ സുരക്ഷ ഒരുക്കിയില്ലെങ്കിലും പോലീസിന് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. സാധാരണ പ്രവർത്തകരുടെ ഒരു വികാരം അത് പങ്കുവച്ചു. നിയമസഭയ്ക്കകത്ത് പീഡന കേസിൽ പ്രതിയായിട്ടുള്ള എത്രത്തോളം സാമാജികർ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അവരാണ് രാഹുലിനെ ക്രൂശിക്കുന്നത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തെറ്റായി ഒന്നും തന്നെ നിലവിൽ പരാതിയായി നിൽക്കുന്നില്ല. പിന്നെ എന്തിന് ക്രൂശിക്കപ്പെടണമെന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തുവെന്ന് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് കൂടിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ സ്പീക്കറിനെ രേഖാമൂലം തന്നെ അറിയിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് ഈ കത്ത് കൊടുത്തത്. ഒരു ജനപ്രതിനിധിയെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയോ മുന്നണിയിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്താൽ ആ വിവരം സ്പീക്കറെ അറിയിക്കുന്ന ഒരു കീഴ്വഴക്കമുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ സ്പീക്കർക്ക് ഈ കത്ത് കൊടുത്തത്. കത്ത് കിട്ടിയ സാഹചര്യത്തിൽ രാഹുൽ സഭയിലെത്തിയാൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കേണ്ടി വരും. സഭയുടെ ചട്ടങ്ങൾ പരിശോധിച്ച് നിയമോപദേശം തേടിയ ശേഷം സ്പീക്കറായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുലിനെതിരായിട്ടുള്ള നടപടി കോൺഗ്രസ് നേതൃത്വത്തിന് സൈബർ ആക്രമണം ഉൾപ്പെടെയുള്ള വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നുപോകുന്നത്. രാഹുൽ നിയമസഭാ സമ്മേളനത്തിന് എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇനി എത്തണമോ വേണ്ടയോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനമാണെന്ന് നേരത്തെ KPCC പ്രസിഡന്റ് തന്നെ പറഞ്ഞിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു MLA സഭയിൽ നിന്ന് തടയാൻ നിയമപരമായി സാധ്യമല്ല. പക്ഷേ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് തീരുമാനം സഭ ചേരുന്നതിന് തലേ ദിവസം മാത്രമേ ഉണ്ടാകാനിടയുള്ളൂ. അദ്ദേഹം മാറി നിൽക്കുകയാണ് പ്രതിപക്ഷത്തിന് നല്ലതെന്ന വാദത്തിന് കോൺഗ്രസിൽ മുൻതൂക്കമുണ്ട്. അത് രാഹുൽ തീരുമാനിക്കുന്നത് അനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. രാഹുലിന്റെ നിലപാടും അക്കാര്യത്തിൽ എന്തായിരുന്നാലും പരിഗണിക്കും. MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആർക്കും നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാം. അതിലൊരു തെറ്റുമില്ല. അത് അവരുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണെന്നും UDF കൺവീനർ അടൂർ പ്രകാശും പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന് പ്രത്യേക ബ്ലോക്ക് അനുവദിച്ചായിരിക്കും ഒരുപക്ഷെ ഇരുത്തുക. രാഹുലിനെ അവഗണിക്കരുതെന്നാണ് A ഗ്രൂപ്പിന്റെയും ചില നേതാക്കളുടെയും ഇപ്പോഴത്തെ പക്ഷം. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് രാഹുലിന് മറ്റ് തടസ്സമില്ലെന്ന് സണ്ണി ജോസഫും കൃത്യമായി പറയുന്നു.